രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട് ലോക്സഭാ സീറ്റിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ ലീഗിന്റെ കൊടി ഉപയോഗിക്കരുത് എന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു എന്ന തരത്തിൽ വ്യാജ പ്രചരണം നടക്കുന്നതായി ലീഗ്. തന്റെ പേരിൽ വന്ന ഇത്തരം വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണ് എന്ന് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് അറിയിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചതു മുതൽ ഇന്നേ വരെ ഈ പച്ചപ്പതാക അഭിമാനപൂർവ്വമാണ് നാം നെഞ്ചേറ്റിയത്. നമ്മുടെ നേതാക്കൾ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിമാരായപ്പോഴും മറ്റു ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചപ്പോഴും അഭിമാനത്തോടെ ഉയർത്തിയതും ഈ പച്ചപ്പതാക തന്നെ. വ്യാജ പ്രചരണങ്ങളിൽ വഞ്ചിതരാകാതിരിക്കൂ, മജീദ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. മുസ്ലിം ലീഗിന്റെ കൊടി ചൂണ്ടിക്കാട്ടി പാകിസ്ഥാൻ പതാകയാണ് രാഹുലിന് സ്വാഗതം ചെയ്യാൻ ഉപയോഗിച്ചതെന്ന് സംഘപരിവാർ കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചതെന്നും സമാനമായ പ്രചരണമാണ് CPM നടത്തുന്നതെന്നും യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് പറഞ്ഞു. ഉയർത്തിപ്പിടിക്കേണ്ടിടത്തെല്ലാം ഹരിത പതാക ഉയർത്തിപ്പിടിക്കുക തന്നെ ചെയ്യുമെന്നും ഫിറോസ് പറഞ്ഞു. 1948 മുതൽ ലീഗ് ഉയർത്തിപ്പിടിക്കുന്നത് പച്ച പതാകയാണ്. ഈ കൊടി പിടിച്ച് പിന്തുണച്ചപ്പോഴാണ് 67-ൽ EMS മുഖ്യമന്ത്രിയായത്. അച്യുതമേനോനും മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത്. കരുണാകരനും ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ മന്ത്രിസഭയുണ്ടാക്കിയത്. ഈ പച്ചക്കൊടി പിടിച്ചാണ് ഞങ്ങളുടെ നേതാവ് CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായത്. ഈ പതാക ഏന്തിയാണ് അഹമ്മദ് കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായതും ഫിറോസ് ഫേസ്ബുക്കിൽ കുറിച്ചു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.